ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ വെജിറ്റബിളൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തോരൻ തയ്യാറാക്കണമെന്ന് തോന്നുമ്പോൾ നമുക്കിതാ ഇതുപോലെയുള്ളത് തോരൻ തയ്യാറാക്കാവുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്ന തോരൻ എഗ്ഗ് തോരനാണ്, അഥവാ മുട്ടത്തോരൻ. ഈ മുട്ടത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കാവുന്നതുമാണ്. ഞാൻ ഇവിടെ അതിന് വേണ്ടിയിട്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 5 പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കോഴിമുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ കോഴിമുട്ടയൊന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 എഗ്ഗാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 എഗ്ഗാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഉപ്പും അതിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ 5 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി, അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്, 1 കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് നന്നായിട്ട് തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഉപ്പ് പോരായ്മയുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കോഴിമുട്ട മിക്സ് ചെയ്യുന്നതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നാക്കി തന്നെ നമ്മുടെ ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നമ്മൾ എരിവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. കൂടുതലായിട്ട് എരിവൊക്കെ വേണ്ടവർക്ക് കുറച്ചുകൂടിയൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നാക്കി തന്നെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനുമൊന്നും മറക്കരുത്. ഇപ്പോൾ എഗ്ഗിൻ്റെ മിക്സൊക്കെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ മിക്സൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് തോരനാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ അല്ലെങ്കിൽ കുരുമുളക് പൊടി കൂടുതലായിട്ട് ചേർക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു സേവിങ് പ്ലേറ്റിലൊക്കെ മാറ്റാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണിത്. നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യവുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ മുട്ടയും തേങ്ങയും അതുപോലെ തന്നെ സവാളയും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്